السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. അർഹമുർറാഹിമായ റബ്ബ് തആല അവന്റെ പുണ്യഭൂമിയുടെ ബഹുമതി കൊണ്ടും അവൻ ആദരിച്ച മഹാന്മാരുടെ ആദരവ് കൊണ്ടും സാധുക്കളായ നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആ മഹാന്മാർ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെട്ട് അവന്റെ സ്വർഗം ലഭിക്കുന്ന വിഭാഗത്തിൽ സാധുക്കളായ നമ്മയെല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. നാം പറഞ്ഞിരുന്നത് ബനു ഇസ്രായേലിലെ വധിക്കപ്പെട്ട ഒരാളുടെ കാര്യമാണ്. അദ്ദേഹത്തിന്റെ കൊല ചെയ്ത ആള് മറ്റൊരു വിഭാഗത്തിന്റെ മേൽ ആ കൊലക്കുറ്റം ആരോപിക്കുകയും താൻ ഒരിക്കലും അതില് പെട്ട ആളല്ല എന്ന നിലക്ക് സമർത്ഥമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്തു. അവസാനം കേസ് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലെത്തി. മൂസാ നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞത് നിങ്ങളൊരു പശുവിനെ അറുക്കൂ എന്നായിരുന്നു. ആദ്യം അവർ ചോദിച്ചു, പശുവിനെ അറുക്കാൻ ഒരാളെ കൊല ചെയ്യപ്പെട്ടതിന് എന്ത് പശുവിനെ അറുക്കല്? ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഓ, പരിഹസിക്കൽ ഒരിക്കലും ബുദ്ധിമാന്മാരുടെ സ്വഭാവമല്ല, അത് അറിവില്ലാത്തവരുടെ ദുസ്വഭാവികളുടെ ശീലമാണ്. ഞാന് ഒരിക്കലും അതിനില്ല, ഞാൻ അതിൽ നിന്ന് അഭയം തേടുന്നു എന്ന് പറഞ്ഞു. കാര്യമാണെന്ന് അവർക്ക് തിരിഞ്ഞപ്പോൾ എങ്കിൽ പശുവിന്റെ നിറം എന്തെന്നൊന്ന് മനസ്സിലാക്കി തരണം, പശുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞു തരണം. വിശേഷണങ്ങൾ പറഞ്ഞു കൊടുത്തു. അധികം പ്രായമുള്ളതോ വളരെ പ്രായം കുറഞ്ഞതോ അല്ല, ഒരു മധ്യ നിലക്കുള്ള പശുവാകുന്നു. ക്ഷീണം അതിന് ബാധിക്കാൻ പാടില്ല. പിന്നീട് അതിന്റെ വർണ്ണം പറഞ്ഞു കൊടുത്തു. അത് മഞ്ഞ നിറമാകുന്നു, കടുകടുത്ത മഞ്ഞ. ആര് നോക്കിയാലും അതിനെ സന്തോഷകരമായിട്ട് നോക്കാൻ കഴിയും. ആ നിലക്ക് വളരെ ഭംഗിയുള്ള പശുവാകുന്നു ഉദ്ദേശിക്കപ്പെടുന്നത് പറഞ്ഞു. അതിന്റെ ബാക്കി ഇനി നമുക്ക് പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തശാബഹ അലൈനാ വഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. ഖാലു, അവർ വീണ്ടും പറഞ്ഞു, ഉദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മൂസാ നബിയെ നിങ്ങളൊന്ന് ദ്വാരക്കണം. റബ്ബക്ക, നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ യുബയ്യിൻ ലനാ, ഞങ്ങൾക്ക് അള്ളാഹു വെളിവാക്കി തരും. മാഹിയ, ആ പശുവിന് ഉണ്ടാകേണ്ട ഗുണമെന്ത്, ഏത് പശുവാണ് ആ പശു എന്ന്. എന്തേ ഇങ്ങനെ ഞങ്ങളൊരു ആവശ്യപ്പെടാൻ പറയാൻ കാരണം, ഇന്നൽ ബക്കറ, പശു തശാബഹ അലൈന, ഞങ്ങളുടെ മേൽ അത് തിരിച്ചറിയാതെ ആയിരിക്കുന്നു. ചെയ്തതിന് ശേഷം പിന്നെ അത് പറ്റിയിട്ടില്ല എന്ന് പറയരുതല്ലോ. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാകുന്ന രൂപത്തിൽ ഞങ്ങൾക്കൊന്ന് വ്യക്തമാക്കി കിട്ടാൻ നിങ്ങൾ അള്ളാഹുവോട് ആവശ്യപ്പെടും. വൈന്ന, തീർച്ച ഞങ്ങൾ ഇൻഷാ അല്ലാഹു, അള്ളാഹുവിന്റെ മശിയത്ത് കൊണ്ട് അവന്റെ ഉദ്ദേശം കൊണ്ടുള്ള മുഹ്തദൂന, ലക്ഷ്യത്തിലേക്ക് എത്തുന്നവർ തന്നെയാകുന്നു. ഞങ്ങൾക്കതിൽ ഒട്ടും വൈമനസ്യമില്ല. ഈ കാര്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറുണ്ട്. അത് ഏത് പശു എന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരണം. മൂസാ നബിയോട് അവരാവശ്യപ്പെട്ടു. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. قال മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ നിന്നുള്ള വഹയി അനുസരിച്ച് പറഞ്ഞു, ഇന്നഹു, അള്ളാഹു തആല യഖൂൽ പറയുന്നു, ഇന്നഹ, നിങ്ങൾ അറുക്കേണ്ട പശു ബക്കറത്തുന്നൊരു പശുവാകുന്നു. ലാ യലൂലും, യാതൊരുവിധ ക്ഷീണവും ഏൽക്കാത്ത പശുവാകുന്നു. എന്ന് വെച്ചാൽ തുസീറുൽ അർള, ചില പശുക്കളെ ഭൂമിയെ ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, അങ്ങനെയുള്ളതല്ല. മറ്റു ചിലതിന് വലാ തസ്കിൽ ഹർസ, കൃഷിയെ നനക്കാൻ വേണ്ടിയിട്ട്, വെള്ളം വലിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് ക്ഷീണം ബാധിച്ച പശുവാകാൻ പാടില്ല. മുസല്ലമത്തുന്നത് രക്ഷപ്പെട്ടതായിരിക്കണം. ഇത്തരം ക്ഷീണങ്ങളൊന്നുമില്ലാതെ
നല്ല ചുറുചുറുക്കുള്ള ഇത്തരം ക്ഷീണങ്ങളെ തൊട്ട് ഒഴിവാക്കപ്പെട്ടതാവണം. ലാ ഷിയത ഫിഹാദിൽ, അതിന്റെ നിറമല്ലാതെ മറ്റൊരു വർണ്ണവും ഉണ്ടാകാൻ പാടില്ല. മഞ്ഞ നിറം എന്ന് പറഞ്ഞല്ലോ, കടുകടുത്ത മഞ്ഞ നിറം, അത് മാത്രമേ അതിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഷിയത്ത് എന്ന് പറഞ്ഞാല് അടയാളം. ഖാലു, ഇത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അല്ലാന, ഇപ്പോൾ ജിഹിത്ത ബിൽ ഹക്ക്, യാഥാർത്ഥ്യത്തെ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾക്ക് തിരിയേണ്ട രൂപത്തിൽ ഇപ്പോൾ നിങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട്, ഇനി ഞങ്ങൾക്ക് ഒട്ടും പിഴക്കില്ല, ഞങ്ങൾ അത് നിർവഹിക്കുക തന്നെ ചെയ്യും. ഫദബഹു, അങ്ങനെ അവർ അറുത്തു, ആ നിർദ്ദേശിക്കപ്പെട്ട പശുവിനെ അവർ അറുത്തു. വമാക്കാതു, യഥാർത്ഥത്തിൽ അവർ അടുത്തിട്ടില്ല, യഫ്അലൂന, ഈ അറവ് എന്ന ഈ മഹാകർമ്മം നിർവഹിക്കാൻ അവർ അടുത്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനവർ തയ്യാറാവുകയും അവർ അറുക്കുകയും ചെയ്തു. എന്താ ഉണ്ടായത്? ഈ പറയപ്പെട്ട രൂപത്തിലുള്ള പശുവിനെ അവർ അന്വേഷിച്ചു നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു പശുവുണ്ട്, അങ്ങനെ വേറെ പശുവില്ല. ആ ഒരു പശുവിന് അന്വേഷിച്ചു നോക്കുമ്പോൾ വലിയ വില കൊടുക്കണം, ചെറിയ വിലക്കൊന്നും കിട്ടൂല. അതിന്റെ വില കേട്ടാൽ ഈ കേസ് നമുക്കിവിടെ വെച്ച് പിരിച്ചുവിടാമെന്ന് ആരും ആഗ്രഹിക്കും, അത്ര വലിയ വിലയായിരുന്നു. എന്ന് വെച്ചാൽ ആ പശുവിനെ അറുത്തിട്ട് അതിന്റെ തോലെടുത്തിട്ട് ആ തോല് മുഴുവനും കൊള്ളുന്ന രൂപത്തിലുള്ള സ്വർണ്ണ നാണയം കൊടുക്കണം. ആരപ്പോ അതിന് തയ്യാറാവുക? എന്നാൽ ഇവർ അതിനൊക്കെ തയ്യാറായി. ആ പശുവിനെ അറുക്കുകയും എന്നിട്ട് ആ തോല് വിരിച്ചിട്ട് അതിൽ മൂടുന്ന അത്ര, അതിൽ കൊള്ളുന്ന അത്ര സ്വർണം നാണയം ഈ പശുവിന്റെ ഉടമക്ക് കൈമാറുകയും ചെയ്തു. യഥാർത്ഥത്തിലോ ഒമാക്കാതു യഫ്അലൂന, ഇത് പ്രവർത്തിക്കാൻ അവർ സന്നദ്ധരായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ സന്നദ്ധരാകുകയും ആ കാര്യം അവർ നിർവഹിക്കുകയും ചെയ്തു. وَإِذْ قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ. വൈദ് ഖതൽത്തും, ഈ കഥയുടെ തുടക്കം പറയാം. വൈദ് ഖതൽത്തും, നിങ്ങളിൽപ്പെട്ട ആരോ കൊന്നു, നിങ്ങൾ കൊന്നു, നഫ്സൻ, ഒരു ശരീരത്തെ, ഒരു ജീവനുള്ള ശരീരത്തെ കൊലപ്പെടുത്തുകയുണ്ടായി. എന്നിട്ടോ ഫദ്ദാറൈതും ഫീഹ, ആ കാര്യത്തിൽ നിങ്ങൾ അങ്ങുമിങ്ങു തർക്കിച്ചു, ചെയ്തത് ഞാനല്ല, ഇയാളാണ്, മറ്റാളാണ് എന്നുള്ള തർക്കം നടന്നു. എന്നിട്ടോ അതൊരു തീരുമാനത്തിലെത്തിക്കാൻ കഴിയുന്നില്ല. ഓരോരുത്തരും മറ്റാൾ ഇയാളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല മുഖ്രിജുൻ, അവൻ പുറപ്പെടുവിക്കുന്നവനാകുന്നു. മാ കുൻതും തക്തുമൂന, നിങ്ങൾ എന്ത് മറച്ചു വെച്ചാലും അതിനൊക്കെ അല്ലാഹു തആല പുറപ്പെടുവിക്കും. ഇത് എന്നേക്കുമുള്ളൊരു അറിയിപ്പാണ്. ഇന്ന് നിങ്ങൾ ആരും അറിയാതെ പല തെറ്റുകളും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പലതും പൂഴ്ത്തിവെക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ പിന്നീട് ഒരു നാളിൽ പുറത്തു വരിക തന്നെ ചെയ്യും. അല്ലാഹു മുഖ്രിജുൻ മാ കുൻതും തക്തുമൂൻ. അപ്പോ ഈ പശുവിനെ അറുക്കാനുണ്ടായ കാരണം, അതിന്റെ തുടക്കം ഇങ്ങനെയാണ്. നിങ്ങളിൽ ഒരു കൊല കഴിഞ്ഞു, ആ കൊല ആരാണ് നടത്തിയത് എന്ന കാര്യത്തിൽ പരസ്പരം തർക്കിച്ചു. അങ്ങനെ തർക്കം മൂത്ത് അവസാനം പ്രശ്നപരിഹാരത്തിന് മൂസാ നബി അലൈഹി സ്വലാമിനെ സമീപിച്ചതാണ്. മൂസാ നബി അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള വഹി അനുസരിച്ച് പശുവിനെ അറുക്കാനും എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും പറഞ്ഞു. അതെന്തെന്ന് പിന്നെ പറയും. അല്ലാഹു തആല മുഖ്രിജുൻ മാ കുൻതും തക്തുമൂന, നിങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു പുറപ്പെടുവിക്കുന്നവനാകുന്നു. فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا كَذَلِكَ يُحْيِي اللَّهُ الْمَوْتَى وَيُرِيكُمْ آيَاتِهِ لَعَلَّكُمْ تَعْقِلُونَ. فَقُلْنَا, നാം പറഞ്ഞു, നാം എന്ന് പറയുന്നത് അള്ളാഹുവാണ്. ഈ പ്രശ്നത്തിന് പരിഹാരമായിട്ട് പശുവിനെ അറുക്കാൻ പറഞ്ഞു. ഉടനെ ശേഷം നാം പറഞ്ഞു, യദ്രിബൂഹു, ആ മരണപ്പെട്ട മയ്യിത്തിനെ നിങ്ങൾ അടിക്കൂ. ബിബാലിഹ, ആ പശുവിന്റെ ബാലെടുത്തുകൊണ്ട്, ആ ശരീരത്തിൽ നിന്ന് കുറച്ചെടുത്തുകൊണ്ട് നിങ്ങൾ അറുക്കൂ എന്ന് പറഞ്ഞു. ആ പശുവിന്റെ നാക്കുകൊണ്ടാണ് അടിക്കാൻ പറഞ്ഞത് എന്നും അതല്ല അതിന്റെ കരളിന്റെ ഭാഗം കൊണ്ടാണെന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതാണെങ്കിലും ഈ പശുവിന്റെ ശരീരത്തിൽ നിന്ന് അല്പം ഏതോ ഒരു ഭാഗം എടുത്തിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചു. ബിബാലിഹ, അങ്ങനെ അവരത് അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ അനുസരിച്ചപ്പോൾ ആ മരണപ്പെട്ടു പോയ ആള് എഴുന്നേറ്റിരുന്നു, അയാൾക്ക് ജീവൻ കിട്ടി. എന്നിട്ട് അയാൾ പറഞ്ഞു, എന്നെ കൊന്ന ആള് ഇന്ന ആളാകുന്നു. ഇപ്പോൾ ഈ ചാർത്തപ്പെട്ട ആളുകളല്ല, അവര് നിരപരാധികളാണ്, അവര് കച്ചവട സംഘമാണ്.
അവരുടെ തലയിലേക്ക് ഇയാൾ ഇട്ടതാണ്. എന്റെ സഹോദരപുത്രനായ ഇന്ന ആള് സ്വത്തുക്കളൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് എന്റെ ഈ ചെറിയ കുട്ടി വളർന്നു വന്നാൽ അയാൾക്ക് സ്വത്ത് കിട്ടില്ല, അതുകൊണ്ട് ഇന്ന് തന്നെ അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമാണിത് എന്ന് അയാൾ പറയുകയും അതൊക്കെ എല്ലാവരും കേൾക്കുകയും ചെയ്തു. അങ്ങനെ അയാള് വീണ്ടും മരണത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇപ്പൊ എന്ത് തിരിഞ്ഞു? അള്ളാഹു മരണപ്പെട്ടവരെ ഹയാത്താക്കും അതിന് കഴിയുന്നവനാണെന്നുള്ള യാഥാർത്ഥ്യം ഇപ്പൊ ആർക്കാ തിരിയാത്തത്? എല്ലാവർക്കും തിരിഞ്ഞല്ലോ. അതാണ് പറയുന്നത്, കദാലിക ഇതേ ക്രമത്തിൽ യുഹയില്ലാഹു അള്ളാഹു തആല ജീവിപ്പിക്കും അൽ മൗത്ത മരണമടഞ്ഞവരെ ജീവിപ്പിക്കുമെന്ന് ഇപ്പോൾ തിരിഞ്ഞല്ലോ. അപ്പൊ ഇരീക്കും അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരും ആയാത്തിഹി അവന്റെ അത്ഭുതങ്ങളെ കാണിച്ചു തരും. മരണപ്പെട്ട ആളെ ഈ പശുവിന്റെ ശരീരഭാഗത്തിൽ നിന്ന് ചില ഭാഗം എടുത്തിട്ട് അടിച്ചപ്പോൾ അതിന്റെ വാലെടുത്തിട്ടോ അല്ലെങ്കിൽ അതിന്റെ നാക്കെടുത്തിട്ടോ അടിച്ചപ്പോൾ ജീവൻ കിട്ടി. അത്ഭുതങ്ങളെ അള്ളാഹു കാണിച്ചു തരും. എന്തിനാണത് എന്നറിയാമോ? നിങ്ങൾ അത്ഭുതം കണ്ടിട്ട് ഇങ്ങനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ലഅല്ലക്കും തഅഖിലൂന, നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നവരാകാൻ വേണ്ടിയിട്ടാണ്. ഒരു ലോകം വരാൻ പോകുന്നുണ്ട്. ആ ലോകത്ത് മരണപ്പെട്ടവരെ മുഴുവൻ ഹയാത്താക്കും. അതിന് അള്ളാഹു തആലക്ക് കഴിയുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞല്ലോ. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇങ്ങനെ ചെയ്യുന്നത്. എന്റെ പശുക്കുട്ടിയെ അറുക്കാൻ പറഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. അതിന് കാരണം ഇവര് പശുക്കുട്ടിയെ വളരെയേറെ ആദരിച്ചവരാണല്ലോ. ഇവര് താമിരി ഉണ്ടാക്കിയിരുന്ന ആ പശുക്കുട്ടി രൂപത്തിന് കുറെ ദിവസങ്ങൾ ഇബാദത്ത് ചെയ്തു, വളരെയേറെ ആദരവ് കൽപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് വളരെ നിന്ദ്യമായതുമാണ്, വളരെ നിസ്സാരമായതുമാണ്, പശുവിനെ അങ്ങനെ ആദരിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പശുവിനെ തന്നെ ഈ വിഷയത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ഈ പശുവിന് മറ്റൊരു ചരിത്രമുണ്ട്. ഇപ്പോൾ പശുവിനെ അന്വേഷിച്ചു വന്നു, ഇവർക്ക് കിട്ടി, അതർത്തു. ബനീ ഇസ്രായേലിൽ ഒരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നു, സ്വാലിഹായ മനുഷ്യൻ. ആ മനുഷ്യൻ തന്റെ മകന് വേണ്ടിയിട്ട് ഒരു പശുവിനെ വാങ്ങി, എന്നിട്ട് കാട്ടിലേക്ക് വിട്ടു. കാട്ടിലേക്ക് വിടുന്ന സമയത്ത് അള്ളാഹിനെ തവക്കുലാക്കിക്കൊണ്ടാണ്, അള്ളാഹുവെ എന്റെ ഓമൽ സന്തതിക്ക് വേണ്ടിയിട്ടുള്ള സ്വത്താണിത്, അവന് ആവശ്യമാവുന്ന സമയത്ത് ഇതിനെ നീ അവന് കീഴ്പ്പെടുത്തി കൊടുക്കണേ എന്ന ദുആയോടുകൂടെ കാട്ടിലേക്ക് വിട്ടു. ഈ വിവരം തന്റെ ഭാര്യയോട്, കുഞ്ഞിന്റെ ഉമ്മയോട് പറഞ്ഞിരുന്നു. കുറെ കാലം കഴിഞ്ഞു, കുട്ടി കുറച്ചൊക്കെ വലുതായി. അതിനുശേഷമായിട്ട് കുട്ടിയോട് ഉമ്മ പറഞ്ഞു, നീ കാട്ടിലേക്ക് പോയിട്ട് ആ പശുവിനെ വിളിച്ചാൽ നമുക്ക് അവകാശപ്പെട്ട ആ പശു നിന്നിലേക്ക് വരും എന്ന് പറഞ്ഞു. അതനുസരിച്ച് ആ കുഞ്ഞു പോയിട്ട് പശുവിനെ വിളിച്ചപ്പോൾ ആ പശു വരികയും ചെയ്തു. നമുക്കിനി അതിനെ കൊടുത്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വിറ്റിട്ട് അതിന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം എന്ന് പറഞ്ഞിരുന്നു. ഈ കുട്ടി പശുവിനെ വിളിച്ചു വരുന്ന സമയത്ത് ഒരാൾ വന്നു, ഒരാൾ രൂപം വന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു മലക്കായിരുന്നു. വന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു, ഈ പശുവിനെ വിൽക്കുമോ? എനിക്കൊരാവശ്യമുണ്ട്. ആ വിൽക്കാം. എന്ത് വില തരണം? ഇതിന് എന്ത് വില തരും? ഇതിന് 10 സ്വർണ്ണ നാണയം തരാം. അപ്പൊ കുട്ടി പറഞ്ഞു, 10 സ്വർണ്ണ നാണയത്തിനൊക്കെ തരാം, പക്ഷെ എന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് ഞാൻ കൈമാറുകയുള്ളൂ. 10 സ്വർണ്ണ നാണയത്തിനൊക്കെ തരാവുന്നത് തന്നെയാണ്. അപ്പോ ഈ പരീക്ഷിക്കാൻ വന്ന മലക്ക് ആൾരൂപാണല്ലോ, പറഞ്ഞു, എന്നാ ഒരു കാര്യം, ഉമ്മയോട് ചോദിക്കണ്ട, 20 തരാം, എന്നാ പിന്നെ ഉമ്മാക്കും സമ്മതാകുമല്ലോ. അപ്പോഴും കുട്ടി പറഞ്ഞു, 20 വരെയാണെങ്കിലും ഉമ്മയോട് ചോദിക്കണം. അങ്ങനെ അന്ന് പിരിഞ്ഞു. കുട്ടി വീട്ടിലേക്ക് പോന്നു, പശുവിനെ കാട്ടിലേക്ക് തന്നെ വിട്ടു. പിറ്റേ ദിവസം ഉമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ഒരാള് അതിനെ അന്വേഷിച്ചിരുന്നു, അതിനെ വിൽക്കണോ? അപ്പൊ ഉമ്മ പറഞ്ഞു, അതിനെ വിൽക്കാനുള്ളത് തന്നെ, പക്ഷെ ഒരു കിട്ടുന്ന വിലക്ക്, അതിന് അർഹിക്കുന്ന വിലക്ക് അതിനെ വിൽക്കാം, പക്ഷെ വിൽക്കുമ്പോ എന്നോടൊന്ന് ചോദിക്കണം. ഉമ്മ അന്നും പറഞ്ഞു. എന്റെ പശുക്കുട്ടിയെ അറുക്കാൻ പറഞ്ഞു എന്നൊരു ചോദ്യമുണ്ട്. അതിന് കാരണം ഇവര് പശുക്കുട്ടിയെ വളരെയേറെ ആദരിച്ചവരാണല്ലോ. ഇവര് താമിരി ഉണ്ടാക്കിയിരുന്ന ആ പശുക്കുട്ടി രൂപത്തിന് കുറെ ദിവസങ്ങൾ ഇബാദത്ത് ചെയ്തു, വളരെയേറെ ആദരവ് കൽപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് വളരെ നിന്ദ്യമായതുമാണ്, വളരെ നിസ്സാരമായതുമാണ്, പശുവിനെ അങ്ങനെ ആദരിക്കേണ്ടതില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു പശുവിനെ തന്നെ ഈ വിഷയത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ഈ പശുവിന് മറ്റൊരു ചരിത്രമുണ്ട്.
ഇപ്പോൾ പശുവിനെ അന്വേഷിച്ചു വന്നു, ഇവർക്ക് കിട്ടി, അതർത്തു. ബനൂ ഇസ്രായേലിൽ ഒരു നല്ല മനുഷ്യൻ ജീവിച്ചിരുന്നു, സ്വാലിഹായ മനുഷ്യൻ. ആ മനുഷ്യൻ തന്റെ മകന് വേണ്ടിയിട്ട് ഒരു പശുവിനെ വാങ്ങി, എന്നിട്ട് കാട്ടിലേക്ക് വിട്ടു. കാട്ടിലേക്ക് വിടുന്ന സമയത്ത് അള്ളാഹിനെ തവക്കുലാക്കിക്കൊണ്ടാണ്, അള്ളാഹുവെ, എന്റെ ഓമൽ സന്തതിക്ക് വേണ്ടിയിട്ടുള്ള സ്വത്താണിത്, അവന് ആവശ്യമാവുന്ന സമയത്ത് ഇതിനെ നീ അവന് കീഴ്പ്പെടുത്തി കൊടുക്കണേ എന്ന് ദുആയോടുകൂടെ കാട്ടിലേക്ക് വിട്ടു. ഈ വിവരം തന്റെ ഭാര്യയോട്, കുഞ്ഞിന്റെ ഉമ്മയോട് പറഞ്ഞിരുന്നു. കുറെ കാലം കഴിഞ്ഞു, കുട്ടി കുറച്ചൊക്കെ വലുതായി. അതിനുശേഷമായിട്ട് കുട്ടിയോട് ഉമ്മ പറഞ്ഞു, നീ കാട്ടിലേക്ക് പോയിട്ട് ആ പശുവിനെ വിളിച്ചാൽ നമുക്ക് അവകാശപ്പെട്ട ആ പശു നിന്നിലേക്ക് വരും എന്ന് പറഞ്ഞു. അതനുസരിച്ച് ആ കുഞ്ഞു പോയിട്ട് പശുവിനെ വിളിച്ചപ്പോൾ ആ പശു വരികയും ചെയ്തു. നമുക്കിനി അതിനെ കൊടുത്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ വിറ്റിട്ട് അതിന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താം എന്ന് പറഞ്ഞിരുന്നു. ഈ കുട്ടി പശുവിനെ വിളിച്ചു വരുന്ന സമയത്ത് ഒരാൾ വന്നു, ഒരാൾ രൂപം വന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു, അല്ലെങ്കിൽ മറ്റൊരു മലക്കായിരുന്നു. വന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു, ഈ പശുവിനെ വിൽക്കുമോ? എനിക്കൊരാവശ്യമുണ്ട്. ആ, വിൽക്കാം. എന്ത് വില തരണം? ഇതിന് എന്ത് വില തരും? ഇതിന് 10 സ്വർണ്ണ നാണയം തരാം. അപ്പൊ കുട്ടി പറഞ്ഞു, 10 സ്വർണ്ണ നാണയത്തിനൊക്കെ തരാം, പക്ഷെ എന്റെ ഉമ്മയോട് ചോദിച്ചിട്ട് ഞാൻ കൈമാറുകയുള്ളൂ. 10 സ്വർണ്ണ നാണയത്തിനൊക്കെ തരാവുന്നത് തന്നെയാണ്. അപ്പോ ഈ വന്ന പരീക്ഷിക്കാൻ വന്ന മലക്ക് ആൾരൂപാണല്ലോ, പറഞ്ഞു, എന്നാ ഒരു കാര്യം, ഉമ്മയോട് ചോദിക്കണ്ട, 20 തരാം, എന്നാ പിന്നെ ഉമ്മാക്കും സമ്മതാകുമല്ലോ. അപ്പോഴും കുട്ടി പറഞ്ഞു, 20 തരാണെങ്കിലും ഉമ്മയോട് ചോദിക്കണം. അങ്ങനെ അന്ന് പിരിഞ്ഞു. കുട്ടി വീട്ടിലേക്ക് പോന്നു, പശുവിനെ കാട്ടിലേക്ക് തന്നെ വിട്ടു. പിറ്റേ ദിവസം ഉമ്മയോട് പറഞ്ഞു, ഇങ്ങനെ ഒരാള് അതിനെ അന്വേഷിച്ചിരുന്നു, അതിനെ വിൽക്കണോ? അപ്പൊ ഉമ്മ പറഞ്ഞു, അതിനെ വിൽക്കാനുള്ളത് തന്നെ, പക്ഷെ ഒരു കിട്ടുന്ന വിലക്ക്, അതിന് അർഹിക്കുന്ന വിലക്ക് അതിനെ വിൽക്കാം, പക്ഷെ വിൽക്കുമ്പോ എന്നോടൊന്ന് ചോദിക്കണം. ഉമ്മ അന്നും പറഞ്ഞു. ഇതെല്ലാം അനുഭവിച്ചവരാണ് ഈ പറയപ്പെട്ട ബനൂ ഇസ്രായേലികൾ. എന്നിട്ട് അവർ നേർവഴി തെറ്റാൻ പാടില്ലല്ലോ, അനുഭവജ്ഞാനങ്ങൾ വളരെ കൂടുതലുള്ളവരല്ലേ. എന്നിട്ട് അവരിൽ നിന്ന് സംഭവിച്ചത് കേൾക്കണോ? സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله وما الله بغافل عما تعملون. പിന്നീട് ഖസത്ത് ഖുലൂബുക്കും, ഓ മനുഷ്യരെ, നിങ്ങളുടെ ഹൃദയം കടുകട്ടിയുള്ളതായി പോയി. മിൻ ബഅദി ദാലിക, ഇതൊക്കെ അനുഭവിച്ചതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ അറിഞ്ഞു മനസ്സിലാക്കി, എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തിന് കാഠിന്യം കൂടുകയാണ് ചെയ്തത്. ഫഹിയ, അതുകൊണ്ട് നിങ്ങളുടെ ആ ഹൃദയങ്ങൾ കൽ ഹിജാറത്തി, കല്ല് പോലെയാകുന്നു, കരിങ്കല്ല് പോലെയാകുന്നു. ഔ അശദ്ദു ഖസ്വത്തൻ, അല്ലെങ്കിൽ കാഠിന്യത്തിന്റെ വിഷയത്തിൽ കല്ലിനെ മറികടക്കുന്ന അതിനേക്കാൾ കടുകടുത്തതാകുന്നു. എന്റെ കല്ലിനേക്കാൾ നിങ്ങളുടെ മനസ്സിന്റെ കടുപ്പം കൂടുന്നു പറയാൻ കാരണം, കല്ലിനൊരു അലിവുണ്ട്. വഇന്ന മിനൽ ഹിജാറത്തി, കല്ലുകളുടെ കൂട്ടത്തിൽ ലമാ, ചില കല്ലുകളുണ്ട്. യതഫജ്ജറു മിൻഹു, അതിൽ നിന്ന് ഒഴുകി വരാറുണ്ട്, അൽ അൻഹാറു, അരുവികൾ. പല പുഴകളുടെയും തുടക്കം ചില പാറക്കല്ലുകളുടെ ഉള്ളിൽ നിന്നാണ്. പല വെള്ളത്തടാകങ്ങളും പാറയിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് ഒരുപാട് വെള്ളങ്ങൾ പാറയിൽ നിന്നാണ് വരുന്നത്. വഇന്ന മിൻഹ, ആ പർവ്വതങ്ങളുടെ കൂട്ടത്തിലുണ്ട്, ലമാ യശക്കു, പിളരുന്നവയുണ്ട്. അപ്പോ നിങ്ങളുടെ ഹൃദയത്തിന് അങ്ങനെ ഒരു പിളർച്ചയോ ഒരു അലിവൊന്നുമില്ല. എന്നിട്ടോ ഫയഖ്റുജു മിൻഹു, ആ പാറയിൽ നിന്ന് പുറപ്പെടുന്നു, അൽമാവ്, വെള്ളം പുറപ്പെടുന്നു. വഇന്ന മിൻഹ, പാറകളുടെ കൂട്ടത്തിൽ കാണാം, ലമാ യഹ്ബിതു, താഴെ വീഴുന്നത്, മിൻ ഖശിയത്തില്ലാഹി, അല്ലാഹുവിനെ ഭയപ്പെട്ടത് കാരണത്താൽ. ചുരുക്കം, ഇതൊന്നും നിങ്ങളുടെ ഹൃദയത്തിനില്ല. അപ്പോൾ നിങ്ങളുടെ ഹൃദയം കടുകട്ടി കൂടുതലുള്ളതാകുന്നു. വമല്ലാഹു, അല്ലാഹു അല്ല, ബിഗാഫിലിൻ, ഒരിക്കലും അവൻ അശ്രദ്ധനല്ല, അമ്മാ തഅമലൂന, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ തൊട്ട് അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല, ശ്രദ്ധാലുവാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആട്ടവും അനക്കവും പ്രവർത്തനവും ചിന്തയും ഒക്കെ
നിങ്ങൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. أفتطمعون أن يؤمنوا لكم وقد كان فريق منهم يسمعون كلام الله ثم يحرفونه من بعد ما عقلوه وهم يعلمون. ജൂതന്മാരുടെ മുൻ തലമുറയെ കുറിച്ച് നിങ്ങൾ കേട്ടല്ലോ. ഈ മുൻ തലമുറയെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ എന്താണോ ചെയ്തത് അത് നോക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ജൂതന്മാരും ജീവിക്കുന്നത്. അതുകൊണ്ടൊരു കാര്യം ചോദിക്കാനുണ്ട്. അഫതത്മഊന അയ്യുമിനൂ ലക്കും വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ് ثم يحرفونه من بعد ما عقلوه وهم يعلمون. അഫതത്മഊന, അതല്ല നിങ്ങൾ കൊതിക്കുന്നുവോ, അയ്യുമിനൂ ലക്കും, നിങ്ങളെ ഇവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കൊതിക്കുന്നുവോ, പ്രതീക്ഷിക്കുന്നുവോ? അങ്ങനെ ഒരു പ്രതീക്ഷ വേണ്ട. അങ്ങനെ ഒരു പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയിലല്ല അവരുള്ളത്. കാരണം വഖദ് കാന ഫരീഖും മിൻഹും, അവരിൽപ്പെട്ട ഒരു വിഭാഗം ആയിരുന്നു യസ്മഊന കലാമല്ലാഹി, അള്ളാഹുവിന്റെ കലാമിനെ കേൾക്കുന്നവരായിരിക്കുന്നു. തൗറാത്ത് വാങ്ങാൻ പോയവരല്ലേ? മൂസാ നബി തൗറാത്തിനെ കൊണ്ടുവന്നിട്ട് ആ ചൂടോടുകൂടെ ഇവരെ കേൾപ്പിച്ചിട്ടുണ്ട്, അവരത് കേട്ടിട്ടുമുണ്ട്. ഇതൊക്കെ കേട്ട ഇവര് സുമ്മ യുഹരിഫൂനഹു, പിന്നെ അള്ളാഹുവിന്റെ കലാമിനെ ഭേദഗതി ചെയ്തവരാണ് അവര്. മിൻ ബാദി മാ അഖലൂഹു, അതിനവർ മനസ്സിലാക്കിയതിന് ശേഷം. അപ്പോ തൗറാത്തിൽ അള്ളാഹു എന്ത് നിർദ്ദേശിക്കുന്നു, തൗറാത്ത് വിശദീകരിച്ചിട്ട് മൂസാ നബി എന്ത് പഠിപ്പിച്ചു, ഇതൊക്കെ നന്നായിട്ട് പഠിച്ച ഇവർ, അതൊക്കെ മനസ്സിലാക്കി ഇവർ അതിനെ ഭേദഗതി ചെയ്യുകയും എന്നിട്ട് ആ മനസ്സിലാക്കിയതിന് വിരുദ്ധമായിട്ട് നീങ്ങുകയും മറ്റുള്ളവരെ ചലിപ്പിക്കുകയും ചെയ്തവരാണ്. വഹും യഅലമൂന, അവർ അബദ്ധത്തിൽ പറ്റിപ്പോയതല്ല, അവർ ഇതൊക്കെ മനസ്സിലായവരാണ്, അറിയുന്നവരാണ്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന പണ്ഡിതന്മാരാണ് അവർ. ഇങ്ങനെയുള്ള ഇവർ നിങ്ങളെ വിശ്വസിക്കും, നിങ്ങളുടെ ദീനിലേക്ക് കടന്നു വരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ, കൊതിക്കുന്നുവോ? ആ കൊതി അതൊരിക്കലും നടക്കുന്ന കൊതിയല്ല, അത് നടക്കാനുള്ളതല്ല. وَإِذَا لَقُوا الَّذِينَ آمَنُوا قَالُوا آمَنَّا وَإِذَا خَلَا بَعْضُهُمْ إِلَى بَعْضٍ قَالُوا أَتُحَدِّثُونَهُمْ بِمَا فَتَحَ اللَّهُ عَلَيْكُمْ لِيُحَاجُّوكُمْ بِهِ عِندَ رَبِّكُمْ أَفَلَا تَعْقِلُونَ. وَإِذَا لَقُوا الَّذِينَ آمَنُوا, അവരുടെ ഒരു സ്വഭാവം കേൾക്കണോ, അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നവരാണ്, ആൾക്ക് അനുസരിച്ച് ഇങ്ങനെ സംസാരിക്കുന്നവരാണ്. വൈദാ ലഖു, അവർ കണ്ടുമുട്ടിയാൽ, അല്ലദീന ആമനു, വിശ്വാസികളായ ആളുകളെ, മുസ്ലിങ്ങളെ, മുഅ്മിനുകളെ അവർ കണ്ടാൽ, ഖാലു, അവർ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ പറയുന്നത് തന്നെയാണ് ശരി, ഞങ്ങളെ അതിൽ ചേർന്നിട്ടുണ്ട്, ഒരു തടസ്സം ഞങ്ങൾക്കില്ല എന്നവർ പറയും. എന്നാൽ വൈദാ ഖലാ ബഅ്ലുഹും ഇലാ ബഅ്ലിൻ, അവരിൽപ്പെട്ട ചിലരിലേക്ക് കണ്ടു ഒഴിഞ്ഞു കിട്ടിയാൽ, ഖാലു, അവർ പറയും, അതുഹദ്ദിസൂനഹും, എന്തിനാണ് മുഹമ്മദിനോടും കൂട്ടരോടും നിങ്ങൾ പറയുന്നത്, ബിമാ ഫതഹല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ഫതഹ് ചെയ്തു തന്ന, തുറന്നു തന്ന, അറിയിച്ചു തന്ന കാര്യങ്ങളെ എന്തിനു നിങ്ങൾ പറയണത്? അവരോട് ആ രഹസ്യമൊക്കെ പറഞ്ഞിട്ട് അവരത് മനസ്സിലാക്കും. എന്നിട്ടോ നാളെ പരലോകത്ത് എത്തുമ്പോൾ നമുക്ക് എതിരിൽ അവർ പറയും, ഇവരിതൊക്കെ അറിഞ്ഞിട്ട് ഇതിനോട് പിന്തുടരാതെ മാറി നിന്നവരാണ് എന്ന്. അത് നാം പറഞ്ഞാലല്ലേ ഉണ്ടാകുക, അതുകൊണ്ട് നാം എന്തിനു ചെയ്യാതെ പറയണം? ലിയുഹാജ്ജൂക്കും ബിഹി, അവർ നിങ്ങളോട് തർക്കിക്കും, ഇത് ഈ പറയുന്നത് അനുസരിച്ച് എന്റെ റബ്ബിക്കും, റബ്ബിന്റെ അടുക്കൽ ചെന്നാൽ. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ആ മുസ്ലിങ്ങളോട് ചെന്നിട്ട് നിങ്ങളുടേതാണ് ശരി എന്ന് പറയുന്നത്? അഫലാ തഅഖിലൂന, അതല്ല നിങ്ങൾക്ക് അന്തല്ലേ, ബുദ്ധിയില്ലേ എന്ന് അവരിങ്ങനെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം എന്താ? ഇവരുടെ ഉള്ളുകള്ളികൾ നമ്മോട് പറയുന്നുണ്ട്. അത് പറഞ്ഞാല് നാളെ പരലോകത്തെത്തുമ്പോ, മഹ്ശറലോകത്തെത്തുമ്പോ മുഅ്മിനുകൾ ഇവരെ പറ്റി പറയും, ഇവർ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയരുത് എന്ന് പറഞ്ഞാൽ, പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവരെ കാര്യങ്ങളൊന്നും പുറത്തു വരില്ല, അള്ളാഹ്ക്ക് അത് തിരിയില്ല എന്നാണല്ലോ സാധുക്കൾ. ചുരുക്കത്തിൽ ഇത്തരം ഇടപാടുകളാണ് വരും. മുഅ്മിനുകളെ കണ്ടാൽ അവർ മുഅ്മിനുകളുടെ ആൾക്കാരാണ്. അവർ പരസ്പരം കണ്ടുമുട്ടിയാലോ നമ്മുടെ രഹസ്യങ്ങളൊന്നും അവിടെ പറയരുത് കേട്ടോ, അവരെ കുറിച്ച് നമുക്ക് വിശ്വാസമുള്ളതൊന്നും പറഞ്ഞു കൊടുക്കരുത്, ഇങ്ങനെ മനസ്സിൽ ഒതുക്കിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരാണ്.
വളരെ വൃത്തികെട്ട സ്വഭാവക്കാരാണ്. നിഫാക്ക്, കാപട്യത്തിന്റെ എല്ലാ അടയാളങ്ങളും അവർക്കുണ്ടായിരുന്നു. അർഹമുറാഹിമായ അള്ളാഹു നമ്മെ കപട വിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ വിശ്വാസത്തെ കറകളഞ്ഞ വിശ്വാസമാക്കിയിട്ട് അള്ളാഹു എന്നെന്നും അവശേഷിപ്പിക്കുകയും അവനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ ഈമാൻ ഏറ്റവും പരിപൂർണമായ വിധത്തിൽ നമ്മെ അവൻ ആക്കുകയും ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.